ലോകജീവിതം എപ്പോഴും പോരാട്ടം നിറഞ്ഞതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾ തീർച്ചയായും ഈ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകണം. പാപത്തോട് പോരാടണം. പലവിധ ഭയങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ അതിനോട് പോരാടണം. നിരാശ കടന്നു വരുമ്പോൾ അതിനോട് പോരാടണം. അങ്ങനെ അനേക കാര്യങ്ങളോട് പോരാടി ജയിക്കേണ്ട ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനോട് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിനക്ക് ജയിക്കുവാൻ കഴിയും. കാരണം നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഒരിക്കലും ഒരു ദൈവ പൈതലിന് ലോകത്തിൻ്റെ ശക്തിയാൽ ജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. ബുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷേ വിശ്വാസത്താൽ അവന് ജയം പ്രാപിക്കുവാൻ കഴിയും. ഇന്നത്തെ വചനം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ വചനം ഒരാശ്വാസവചനമല്ല, മറിച്ച് ഇത് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു വചനമാണ്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തെ ജയിക്കുവാനുള്ള ശക്തി നമ്മിലുണ്ട്. അത് ദൈവത്തിൽ നിന്നും വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ച ശക്തിയാണ്. വിശ്വാസത്താൽ ലഭിച്ച ശക്തിയാണ്. ലോകത്തെ ജയിച്ച ജയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഇതാണ് പുതിയ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പഴയ മനുഷ്യനല്ല. അവൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. അവൻ്റെ രൂപത്തിന് വ്യത്യാസമൊന്നും ആർക്കും കാണുവാൻ കഴിയത്തില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. പഴയ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും പാപത്തിൻ്റെ ബന്ധനങ്ങൾക്കും ഒരിക്കലും ഇനിയും അവൻ അടിമയല്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് പുതിയ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവരാജ്യത്തിലേക്കാണ് പിറന്നു വീഴുന്നത്. ദൈവരാജ്യത്തിൻ്റെ ദർശനം അവൻ്റെ ചിന്തകളെ, അവൻ്റെ ലക്ഷ്യത്തെ എല്ലാം മാറ്റുകയാണ്. ഇതാണ് വീണ്ടും ജനനത്തിലൂടെ സംഭവിക്കുന്നത്. ലോകത്തെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെയോ ഇവിടുത്തെ മനുഷ്യരെയോ ജയിക്കുന്നു എന്നല്ല അർത്ഥമാക്കേണ്ടത്. ലോകത്തെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ സ്വാധീനത്തെ ജയിക്കുന്നു, പ്രലോഭനങ്ങളെ ജയിക്കുന്നു, ജഡത്തിലുള്ള അഹങ്കാരം, അസൂയ, തിന്മ പ്രവൃത്തികൾ, ദുഷ്ടത, ഇതിനെല്ലാം ജയിക്കുന്നു. ലോകം എന്ന് പറയുമ്പോൾ ഈ പാപം നിറഞ്ഞ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നത്. ലോകം പറയുന്നത് നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം, നിനക്ക് സന്തോഷിക്കാം, പണം, പ്രശസ്തി, സുഖം, ഇതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ലോകം നമ്മെ വിളിക്കുന്നു, വരിക, സന്തോഷിക്കുക, ആനന്ദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന ചിന്താഗതി പോലെ. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനോട് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് പറയുന്നു, നീ വിശുദ്ധൻ ആയിട്ട് ജീവിക്കണം, നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കണം. അതാണ് ലോകത്തെ ജയിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അത് എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? ഉദാഹരണം, ഒരു കുട്ടി രക്ഷിക്കപ്പെട്ടവനാണ്. അവന് പരീക്ഷ എഴുതുവാനുള്ള സമയം വന്നപ്പോൾ കോപ്പി അടിക്കുവാനുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുവാനുള്ള അവസരം ലഭിച്ചു. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അത് ചെയ്യുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് അവനിൽ ആ പാപത്തെ പ്രതിരോധിക്കുന്നു.
പെട്ടെന്ന് അവനെ ദൈവഭയം കയറിപ്പിടിക്കുന്നു. അവൻ ആ ചതിയിൽ അകപ്പെട്ടില്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവന് മാർക്ക് കുറഞ്ഞു കാണും, എന്നാൽ ആ പ്രലോഭനത്തെ അവൻ ജയിച്ചു. ലോകത്തെ ജയിക്കുന്നത് നമ്മിലുള്ള വിശ്വാസമാണ്. വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്ന ജയത്തിൻ്റെ പുറകിലുള്ള ഒരു ആയുധം എന്ന് പറയുന്നത്. വിശ്വാസം ഭയത്തെ മാറ്റുന്നു, അത് ദൗർബല്യത്തെ ശക്തിയാക്കുന്നു, അത് ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവർ ദൈവത്തിൽ നിന്ന് ജനിക്കണം. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചേ പറ്റൂ, വീണ്ടും ജനിച്ചേ പറ്റൂ, പുതിയ മനുഷ്യനായിട്ട് മാറിയേ പറ്റൂ. ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം നടക്കണം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തി ലോകത്തെ ജയിക്കുന്നു, പാപത്തെ ജയിക്കുന്നു, പ്രലോഭനങ്ങളെ ജയിക്കുന്നു, ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള സകലത്തെ ജയിക്കുന്നു, ജഡത്തിൽ കുടികൊള്ളുന്ന പാപത്തെ ജയിക്കുന്നു. ഇത് എത്ര സന്തോഷകരമായ ജീവിതമാണ്! ഇതാണ് ഒരു ജയാളിയുടെ ജീവിതം. ഈ ലോകത്തിലെ ജയാളികൾ എന്ന് പറയുന്നത് ശക്തിയിലും അറിവിലും കഴിവിലും പ്രാപ്തിയിലും ഒക്കെ ജയം പ്രാപിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജയാളി എന്ന് പറയുന്നത് ജഡത്തിലെ തിന്മകളെ ജയിക്കുന്നവരാണ്, പാപത്തെ ജയിക്കുന്നവരാണ്, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ ജയിക്കുന്നവരാണ്. വീണ്ടും ജനിക്കണം, യേശുക്രിസ്തുവിലൂടെ ജയം പ്രാപിക്കണം. കർത്താവേ, പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച് ലോകത്തെ ജയിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ